നമസ്കാരം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഹൗ ടു ബി എ വെൽത്തി പേഴ്സൺ, എങ്ങനെ ഒരു ധനികനായ മനുഷ്യനായി തീരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഒത്തിരി വീഡിയോസിൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഒരു 6 സ്റ്റെപ്സ് എങ്ങനെ ഒരു വെൽത്തി പേഴ്സൺ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. റിട്ടേൺ പ്ലാൻ, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്ലാൻ. ആ പ്ലാനിൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, അതേമാതിരി നമുക്ക് എത്ര വെൽത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയറായിട്ട് എഴുതി വയ്ക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്ലാൻ നമുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്, എഴുതി തന്നെ വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം. നമ്മളൊരു പ്ലാൻ എഴുതി വയ്ക്കാത്തടത്തോളം കാലം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ഒരു റിട്ടേൺ ബഡ്ജറ്റ് ആൻഡ് റിട്ടേൺ വെൽത്ത് എത്ര വേണം എന്നുള്ളത്, എന്ന് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കുക. അതേമാതിരി അതിൻ്റെ ആക്ഷൻ പ്ലാൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെറ്റ് ഫ്രീ ആയിരിക്കുക എന്നുള്ളത്. ഒരു കടവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കുറേ കാശ് പേഴ്സണൽ ലോണായിട്ടൊക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ ഒത്തിരി നമ്മുടെ വീഡിയോസിലെ കമൻറ്റിൽ നിന്നൊക്കെ മനസ്സിലാവണം. അങ്ങനത്തെ എല്ലാ കടങ്ങളും എടുത്ത് കളയുക. ഈവൻ ഹോം ലോൺ ഉണ്ടെങ്കിൽ പോലും അത് ഡെറ്റ് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കൊരു EMI ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഫിക്സഡ് ആവും. കാരണം EMI ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയിലിരിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലിരിക്കണം. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താനുള്ള ഒരു ധൈര്യം നമുക്ക് വരത്തില്ല. അപ്പോൾ ഡെറ്റ് ഫ്രീ ആയിരിക്കുക എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ നമുക്ക് വേണ്ടത്രയും വരുമാനം കിട്ടുന്നതായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്കൊരു വെൽത്ത് ക്രിയേഷനുള്ള പ്ലാനും ബഡ്ജറ്റും ഇതെല്ലാവരും ഉണ്ടാക്കി വെച്ചു, എന്നിട്ടും നമുക്ക് ആ ഒരു വെൽത്ത് എത്തിപ്പെടാനും മറ്റുമുള്ള ഒരു ഇൻകമുള്ള ജോലി ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബിസിനസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ എല്ലാവരും ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഈ ഡെറ്റ് ഫ്രീ ആയിരിക്കുമ്പോഴും അതേമാതിരി നമുക്കൊരു പ്ലാൻ ഉള്ളപ്പോൾ നമ്മുടെ സ്കില്ലിനൊത്ത എന്നാൽ നമുക്ക് വേണ്ടതായ വരുമാനത്തിലുള്ള ജോലി മാറാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. ഇൻ കേസ് ആ സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വേണ്ടപ്പെട്ട ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ജോലിയിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ മാറാമെന്നുള്ളതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി പ്രധാനമായിട്ടുള്ളത്. ഇനി നാലാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഇൻകം വരുന്നത് അതിനേക്കാളും കുറഞ്ഞ ചിലവിൽ ജീവിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ നമുക്കൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് എത്ര വരുമാനം ഉണ്ടാവുന്നുള്ളതെന്നല്ല, എത്ര സേവിങ്സ് ഉണ്ടാവുന്നു എന്നുള്ളതനുസരിച്ചാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ ഏത് വെൽത്തി പേഴ്സൺ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം സേവ് ചെയ്തിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഒരു ഹാബിറ്റ് അയാൾക്ക് ഉണ്ടാവും. ഇനി ആ സേവിങ് ഹാബിറ്റ് ഇല്ല, അത് നമ്മുടെ കിട്ടുന്ന ഇൻകത്തേക്കാളും എക്സ്പെൻസ് എപ്പോഴും കൂടുതലാണ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു വെൽത്തി പേഴ്സൺ ആവുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സ് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സാധാരണ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഡെറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ FDയിലോ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വെൽത്തി പേഴ്സൺ ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്സിലോ നല്ല പ്രോപ്പർട്ടീസിലോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ടൈം ഉണ്ടാക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അഡ്വൈസേഴ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ സാധാരണ മലയാളികൾക്ക് നമുക്കൊക്കെ ഒരു ഹാബിറ്റുണ്ട്, കുറിയിൽ ചേരാം. ആ കുറിയിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലിടാം, അതിൽ നിന്ന് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഈ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തോടൊപ്പം തന്നെ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഈസ് എ മസ്റ്റ്. ഇൻഷുറൻസ് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ റിസ്ക്കാണ് നമുക്കുള്ളത് അത് കവർ ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ആറാമത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. ഈ 6 ആക്ടിവിറ്റി നമ്മൾ ക്ലിയറായിട്ട് ചെയ്യണമെങ്കിൽ എത്ര പെട്ടെന്ന് വെൽത്തി ആവാം എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ആക്ടിവിറ്റി ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യുന്നതിൽ നമ്മൾ വെൽത്തി ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ ആക്ടിവിറ്റികൾ
നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ ലൈഫിൽ എത്രമാത്രം ചെയ്യുന്നുണ്ടെന്ന് ഈ കമൻറ്റ് കോളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് പ്ലീസ് കമൻറ്റ്. അതേമാതിരി വെൽത്ത് ക്രിയേഷനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.